ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വീരാനുഭവത്തിന്റെ നാളുകൾ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നു. പ്രതിയെ കൊണ്ടുവരൂ. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഇതിലല്ല അതില് പോലീസ് വാഹനമൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം പേരിലുള്ള വാഹനത്തിൽ കയറ്റി പിന്നെ ഇവനോട് മാത്രം എത്ര സിമ്പതി? നിങ്ങൾ ആരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? ഈ ക്രിമിനലിനൊരു VIP പരിരക്ഷ നൽകി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. കോടതിയിലെത്തുമ്പോൾ ആരും കാണാൻ പാടില്ല. അത്ര വലിയ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും അല്ലല്ലോ ഈ ഷിംജിത മുക്താസ് പങ്കെടുത്തിട്ടുള്ളത്. മറുപടി പറയടാ. അത് കേട്ടപ്പോൾ ആദ്യം എന്താ തോന്നിയത്? സന്തോഷമായിരുന്നു. അവൾക്ക് ജീവപര്യന്തം തടവ് കൊടുക്കണം. എന്തായാലും യദം വലം നോക്കാതെ ചെയ്തിരിക്കും. എന്തായാലും ഞങ്ങളെ മുന്നിലേക്കൊന്നും അവളെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിന്റെ നീക്കമൊക്കെ എനിക്ക് പിടികിട്ടുന്നുണ്ട്. വേണ്ട, കുറച്ച് കാര്യങ്ങൾ അവളുടെ അടുത്ത് പറയാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരുന്നു. എനിക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ശരിയാവില്ല. അവരച്ഛനും അമ്മയും അവൾക്ക് കാണണ്ടേ? അവരിയ്ക്കുന്ന ഇരിപ്പ സന്തോഷത്തിൽ ഇരിപ്പം അവൾക്ക് കാണിച്ചു കൊടുക്കണേ. ഞങ്ങൾക്ക് ഒരുത്തൻ തകർന്ന് തരിപ്പണമായപ്പോ സന്തോഷിക്കുകയാണല്ലേ. പ്രധാനപ്പെട്ട വാർത്ത, അനുജ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഷിംജിത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ ചൈനമ്മ മീനെ നാട്ടിച്ചപ്പോ മതിയായില്ലേ? 14 ദിവസത്തേക്കാണ് ഇപ്പോൾ കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു.